നമസ്കാരം. MT ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പറപ്പൂർ പഞ്ചായത്തിലെ 7-ാം വാർഡാണ്. 7-ാം വാർഡിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലാണെന്നാണ് പറഞ്ഞത്. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകളാണ് ഇപ്പോൾ വെള്ളത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് ആളുകൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിന് നല്ല ഒഴുക്ക് കൂടുതലാണ്. അങ്ങനെ ആളുകൾ പറയുന്നത് ഒഴുക്ക് നല്ലുണ്ട്, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത്. ഈ പ്രദേശത്തെല്ലാം ഇപ്പോൾ നമുക്ക് നോക്കാം, നല്ല ഒഴുക്കുണ്ട്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒഴുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് വെള്ളത്തിന്റെ ശക്തി കൂടുതലാണ്? വെള്ളം ഇപ്പോൾ ശക്തി കൂടി വരുന്നതാണ്. ഒരു മണിക്കൂറിനിടയിൽ കഷ്ടി ഒരു വിരൽ പൊക്കത്തിൽ വെള്ളം ഇവിടെ കൂടുന്നുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ അങ്ങനെ കണ്ടു. ഇത് ഏത് പ്രദേശമാണ്? ഇത് പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ്. ഈ പ്രദേശം ഏതാണ്? ഇത് കല്ലക്കയം. ഇവിടെ എത്ര വീടുകൾ വെള്ളത്തിലായിട്ടുണ്ടെന്ന് പറഞ്ഞു? ഇവിടെ 2018 263 വീടും 2018-19 273 വീടും വെള്ളത്തിലായി. ഇന്നും കഷ്ടി ഏറെക്കുറേക്ക് അതിനടുത്തേക്ക് വരുന്നുണ്ട്. അല്പം കുറവേ ഉണ്ടാവും, ചെറിയ കുറവൊക്കെ ഉണ്ടാവും. ഒരു 250-250 വീടുകൾ 7-ാം വാർഡിൽ ഇന്ന് നിലവിൽ വെള്ളം കയറി ആളുകൾ മാറി താമസിക്കുന്നുണ്ട്. വേറെ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 1, 2, പിന്നെ 5, 6, 7, പിന്നെ 9, 9 8, 10, 11 ചെറിയ ഭാഗം, പിന്നെ 19-ാം വാർഡ് ഏറെക്കുറെയൊക്കെ. ഏറ്റവും കൂടുതൽ ആളുകൾ മാറി താമസിച്ചിട്ടുള്ളത് പറപ്പൂർ ഗ്രാമപഞ്ചായത്തിന് 7-ാം വാർഡിൽ നിന്നാണ്. പുഴയോട് ചേർന്നുള്ളൊരു ഭാഗമാണ്. പുഴയോട് അടുത്ത്. പുഴ ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് നേരെ പിടിച്ചാൽ ഒരു 150 മീറ്റർ അകലെ, 200ഓളം മീറ്റർ അകലെയാണ് പുഴ. 150 മീറ്റർ ഉണ്ടാവും. ഈ 200ഓളം വീടുകൾ ഇപ്പോൾ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് കുറഞ്ഞ പേരെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ബന്ധു വീടുകൾ ഒക്കെ, സുഹൃത്തുക്കളെ വീടുകളിൽ ഒക്കെ ആയിട്ട്, ബന്ധു വീടുകളിലാണ് അധികം. ക്യാമ്പിൽ വളരെ ആൾ കുറവാണ്. ഈ 250ഓളം വീടുകൾ എന്തായാലും ഈ 7-ാം വാർഡിൽ ആളുകൾ മാറി താമസിക്കും. അപ്പോൾ നാട്ടുകാർ പറയുന്നത് തന്നെ 250ഓളം വീടുകളിൽ ഏകദേശം വെള്ളം കയറി എന്നാണ് പറയുന്നത്. ഇവരെല്ലാം ബന്ധു വീട്ടുകളിലൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സ്ഥിതി നോക്കിയാൽ തന്നെ കാണാം, വീടുകളിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്നൊരു സംഭവമാണ്. കാരണം നല്ല ഒഴുക്കുണ്ട്. ഈ കാണുന്ന പറമ്പുകളെല്ലാം വെള്ളം തിങ്ങി നിൽക്കുകയാണ്. ഏകദേശം മുക്കോലം ഭാഗങ്ങളിൽ വെള്ളമുണ്ട്. തൊട്ടടുത്തുള്ള ഈ പള്ളി, മദ്രസ ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെയൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ അത് വെള്ളം ഒഴുകുന്നത്. ഏതായാലും ഈ പ്രദേശം കണ്ടറിയാം, ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. കാരണം ഈ പുഴയുടെ ഒരു ഭാഗമായ റോഡാണിത്. ഈ റോഡിൽ നിന്നാണ് വെള്ളം ശക്തമായ കുത്തൊഴുക്കോട് കൂടിയാണ് വെള്ളം വരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് കണ്ടാൽ അറിയാം. നല്ല ഒഴുക്കാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏകദേശം ആളുകളെല്ലാം ഇന്നലെ തന്നെ രാത്രിയോട് കൂടി തന്നെ കുറേ ആളുകൾ മാറിയിട്ടുണ്ട്. ഈ വരുന്ന ഭാഗങ്ങളിൽ നിന്നാണ്, പുഴയുടെ ഒരു ഭാഗമാണ് ഈ ഭാഗം. ഏകദേശം 30 മുകളിൽ വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി വെള്ളം കമ്മിയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഒന്ന് കൂടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഇതാണ് മദ്രസ, ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ. ഇതിൻ്റെ ഏകദേശം ഉള്ളിലേക്ക് വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ 3/4 ഭാഗം ഫില്ലറെല്ലാം മൂടി ഏകദേശം പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മുട്ടിൻ്റെ മുകളിലോളം വെള്ളമുണ്ട്. ഈ വെള്ളത്തിന് ഒഴുക്ക് കൂടുതലാണ്. ഇപ്പോൾ ഏകദേശം മുട്ടിൻ്റെ മുകളിലേക്ക് വെള്ളം കയറി ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മദ്രസൻ്റെ ഉള്ളിലെ ഭാഗങ്ങളിലെല്ലാം വെള്ളം ഏകദേശം കയറിയിട്ടുണ്ട്. ഇതൊരു റോഡാണ്. ഈ റോഡിലൂടെ അങ്ങനെ ഒഴുകുകയാണ് വെള്ളം. ഏകദേശം ഈ വീട് തന്നെ മുങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം, അതാ വീടിൻ്റെ ഉള്ളിലോട്ടെല്ലാം വെള്ളം പോയിട്ടുണ്ട്. ഈ വീടിൽ നിന്നുള്ള ആളുകളെ മാറ്റി താമസിച്ചിട്ടുണ്ട്. ഇത് പറപ്പൂർ പഞ്ചായത്ത് 7-ാം വാർഡാണ്. നമുക്ക് വിഷയം നോക്കിയാൽ തന്നെ കാണാം.
ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു. നല്ല ഒഴുക്കുണ്ട്. ഈ വാഹനം വരുമ്പോൾ തന്നെ കാണാം വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് ഏകദേശം. മുട്ടിൻ്റെ മുകളിൽ വെള്ളം ഇപ്പോൾ ഈ ഭാഗത്തുണ്ട്. ഇത് വെള്ളം കൂടി വരികയാണ്. നിരവധി വീടുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് വെള്ളത്തിൽ ഉള്ളത്. ഈ വെള്ളം തന്നെ ഒരു വീട് ഫുള്ള് ഇങ്ങിരിക്കുകയാണ്. വെള്ളത്തിന് കുത്തൊലിവ് കൂടുതലാണ്. കാരണം നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ വളരെ ശക്തിയാണ് വരുന്നത്. കാരണം വെള്ളം ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കയറുകയാണ്. അപ്പോൾ വെള്ളം കുറച്ച് ശക്തി കൂടുതലുണ്ട്. അപ്പോൾ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. കാരണം വെള്ളം രാവിലെ കമ്മീഷന് നല്ല കിട്ടുന്നത്. കാലാവസ്ഥ അനുകൂലമാണ്. ഈ കാലാവസ്ഥയ്ക്ക് വെള്ളം കുറയാണ് സാധാരണ വേണ്ടത്. പക്ഷേ വെള്ളം കൂടുകയാണെന്നാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു നാട്ടുകാർ പറയുന്നൊരറിവ്. കാലാവസ്ഥ പറഞ്ഞുതരാം. വെള്ളം ഇറക്കം വെച്ചാൽ പുഴയ്ക്ക് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഒലൂരൊക്കെ പുഴയിൽ ഒലൂരൊക്കെ ചെറിയ കുറവുണ്ട്. വെള്ളത്തിൻ്റെ കുറവില്ല. ഇന്നലെ രാത്രി 2 മണിയോട് കൂടിയാണ് വെള്ളം കയറുന്നത്. നമുക്ക് ഇവിടെയുള്ള നാട്ടുകാർ ചോദിച്ചാൽ രക്ഷാപ്രവർത്തനത്തിൽ കുറേ ആളുകളുണ്ട്. ആളുകളെ മാറ്റുക. എപ്പോഴാണ് അവിടെ രാത്രി വെള്ളം കയറിയത്? ഇവിടെ ഇന്നലെ ഒരു 2 മണി സമയമുണ്ടോ വെള്ളം കയറിയപ്പോൾ? എപ്പോഴാണ് രാത്രി? രാത്രി 2 മണിക്ക്. അപ്പോൾ നിങ്ങൾ ആളുകളൊക്കെ എപ്പോഴാണ്? ആളുകളൊക്കെ അതിന് മുമ്പ് തന്നെ കുറേ ആളുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകൾ രാവിലെയാണ് മാറ്റിയത്. കുറേ ആളുകൾ അന്ന് രാവിലെ മാറ്റി. വെള്ളത്തിൽ നല്ല ഒലുവാണ്. പുഴയിൽ നിന്ന് മുറിഞ്ഞൊലിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു സാന്ദ്രത ഉണ്ട്. വെള്ളം കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചെറുതായിട്ട്. ചില ഭാഗങ്ങളെല്ലാം കുറവുള്ള ചില ഭാഗങ്ങൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ബാക്കിൽ അങ്ങോട്ടൊക്കെ കൂടുതൽ തന്നെയാണല്ലോ. അപ്പോൾ ഈ രാത്രി ഈ 10 മണിക്കൊന്നും ഇവിടെ തീരെ വെള്ളമില്ലാന്ന് പറയുന്നത്? ഇല്ല, 10 മണിക്കൊന്നും ഇവിടെ തുള്ളി വെള്ളമില്ല. ഇവിടെ ഏകദേശം 2 മണി സമയത്താണ് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് മുറിഞ്ഞു വന്നത്. പുലർച്ചെ ആയപ്പോൾ വെള്ളം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരു കുറച്ച് സമയമായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു സാന്ദ്രതയിലെത്തിയിട്ടുണ്ട്. ഈ രാത്രി 2 മണിക്കൊക്കെ ആളുകൾ വളരെ ആളുകളൊക്കെ നമ്മളെല്ലാവരെയും കൊണ്ടാക്കി. കുറെ ആളുകൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ ചാട്ടാക്കി കൊണ്ടുപോയി. പിന്നെ രാവിലെ കുറെ ആളുകൾ രാവിലെ മാറ്റി. രാത്രി 2 മണിക്ക് ഒരുപാട് ആളുകൾ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് വീട്ടുകാരെ മാറ്റിയിട്ടുണ്ട്. ഈ രാത്രി ഉറങ്ങാൻ നേരത്തൊന്നും വെള്ളമില്ല. രാത്രി ഉറങ്ങാൻ സമയത്തൊന്നും ഒരു തുള്ളി വെള്ളമില്ല അവിടെ. പിന്നെ 2 മണി സമയത്താണ് പുഴയിൽ നിന്ന് മുറിഞ്ഞു വലിച്ചത്. രാത്രി ഉറക്കമൊഴിച്ച് കാത്തു. ഉറക്കമൊഴിച്ച് കാത്ത് ആരും ഉറങ്ങി. ഞാനൊന്നും രാത്രി തുള്ളി ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. കുടുംബങ്ങളൊക്കെ രാത്രി 1 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടാക്കിയത്. അയൽവാസികളൊക്കെ 1 മണിക്ക് തന്നെ കൊണ്ടാക്കിയത്. ഇന്നിപ്പോ കാലാവസ്ഥ അനുകൂലമാണ്. അപ്പൊ ഇന്നിപ്പോ വെള്ളം ഇങ്ങനെ ഒരു കുറയുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ അങ്ങനെ ചെറുതായിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറയാം. ചെറുതായിട്ട് ഇറക്കം വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ രാത്രി ഉറങ്ങിയ ശേഷമാണ് ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 മണിയോട് കൂടിയാണ് വെള്ളം കൂടുതൽ വന്ന് പുഴ മുറിഞ്ഞ് വെള്ളം ഇങ്ങോട്ട് കടന്നു വന്നതെന്നാണ് പറയുന്നത്. അത് തന്നെയാണ്. കാരണം പെട്ടെന്നാണ് ഇന്ന് നേരം വെളുത്തപ്പോൾ വെള്ളം കൂടി വരികയാണ്. കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ആശ്വാസം ഉണ്ടെന്നതാണ്. പക്ഷേ വെള്ളം ചില ഭാഗങ്ങളിൽ കൂടുന്നുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം. ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം പറപ്പൂർ പഞ്ചായത്തിലെ 6-ാം വാർഡാണ്. 6-ാം വാർഡിലെ ഏകദേശം വീടുകളെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തിന് ഏകദേശം ഒരു 10-15ഓളം വീടുകളിൽ വെള്ളം കയറി എന്നാണ് പറയുന്നത്.
ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ചെറിയ തോതിൽ കയറിയെങ്കിലും രാത്രിയോട് കൂടി ഇവിടെ വീണ്ടും വലിയ ശക്തിയോട് കൂടിയാണ് വെള്ളം കയറിയതെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു ചോദിക്കാം, എപ്പോഴാണ് കയറിയതെന്ന് പറയും? വള്ളം കയറിയത് ഇപ്പോൾ രാത്രി 8 മണിയായപ്പോൾ ഞങ്ങൾ കയറി, ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇവിടെ ചുറ്റി ഭാഗമൊക്കെ അയക്കണു. പിന്നെ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ലോൺ എടുത്തുകൊണ്ടൊക്കെ വീട് കയറ്റിയതാണ്. എൻ്റെ ആങ്ങളുടെ വീടാണ്, ഞങ്ങൾ തറവാട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് 4 ലക്ഷം എഴുതി കൊടുത്ത് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇത് 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വെള്ളം വന്നു. താമസമൊക്കെ എങ്ങോട്ടാ മാറ്റം? എങ്ങനെയാണ് താമസം? സ്കൂളിലാണ്. പിന്നെ കുട്ടികൾ പെങ്ങളോടെ. സാധനങ്ങളൊക്കെ മാറ്റിയോ? അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ പെങ്ങന്മാരാണെങ്കിൽ കൊണ്ടു വെച്ചു, കുറച്ച് മേലത്ത് വെച്ചു. അങ്ങനെയൊക്കെയാണ്. കടന്നനെ ഏത് കാലം വിടലാവും അറിയില്ല. വെള്ളത്തിന് കുറവുണ്ടോ? എന്താ സ്ഥിതി? വെള്ളത്തിന് കുറവില്ല. കുറവുണ്ടെങ്കിൽ അവിടെ നമ്മളെ ചുമരും അറിയല്ലോ. കുറവൊന്നുമില്ല. ഈ പ്രദേശത്ത് എത്ര പിന്നെ ഇത് വീടുകൾ മുങ്ങിയിട്ടുണ്ട്? വീടുകൾ ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഒരു 5-8 വീടുണ്ട്. ഇവിടെയൊക്കെ ഒക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ വീടിന്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം, എല്ലാ വീടിന്റെ ഉള്ളിലോട്ടും വെള്ളം പോയിട്ടുണ്ട്. എല്ലായിടത്തും പോയിക്കണം. ഇതേമാതിരി ഉണ്ട് എല്ലായിടത്തും. ഇതന്നെ ഇതിലാറുണ്ടായാലുണ്ട്. ഞങ്ങൾ നാടൻ വീടാകുമ്പോൾ ഇത് പേര മൂടലുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി ഉയർത്തിയതാണ്. നമ്മൾ മണ്ണിട്ട് കണ്ട് കുറച്ച് ഉയർത്തിയതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നാടൻ വീടാകുമ്പോൾ ഈ മുഴുവൻ മൂടലില്ല, മൂലോട് മാത്രം കാണുള്ളൂ. അപ്പോൾ ഈ ഏകദേശം ഈ പ്രദേശത്തെല്ലാം വീടുകളിൽ വെള്ളം കയറി എന്നാണ് ഇവർ പറയുന്നത്. ഇതിപ്പോൾ 2-3 മാസമായി ഇരുന്ന വീടാണ്. എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. എല്ലാം ബന്ധു വീട്ടുകളിലേക്കും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ ക്യാമ്പിലൊക്കെ മാറിയിരിക്കുകയാണ്. ഈ പ്രദേശം ഏകദേശം ഈ ഇതിൻ്റെ ഇപ്പുറ സൈഡിലും വെള്ളം കയറിയിരിക്കുന്നത്. ഇപ്പോൾ 6-ാം വാർഡിൻ്റെ 2 സൈഡുണ്ട്. ഈ റോഡിൻ്റെ ഈ സൈഡിലും വെള്ളം കയറി എന്നാണ് പറയുന്നത്. കാരണം ഈ സൈഡിലെല്ലാം വെള്ളം കയറിയതിൻ്റെ വിഷയം നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് മുങ്ങിയിരിക്കുന്നത് റോഡിൻ്റെ ഇത് കുഴിപ്പുറം ഇരിങ്ങല്ലൂർ റോഡാണ് കാണുന്നത്. ഈ റോഡിൻ്റെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയത്. ഇതും തന്നെ വെള്ളത്തിലാണ് നിരവധി വീടുകൾ കാണുന്നത്. ഈ വിഷയം കണ്ടെങ്കിൽ നമുക്കറിയാം പ്രദേശത്ത് മൊത്തം ഈ ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ട് വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 6-ാം വാർഡിൽ നിൽക്കുന്ന മറ്റൊരു വീടാണ് കാണുന്നത്. ഈ വീട്ടിൽ തന്നെ ഫുൾ വെള്ളം കയറി കാണാൻ നമുക്ക്. ഈ വെള്ളം ഏകദേശം മൂടിയ മാതിരിയാണ് കാണുന്നത്. നമുക്ക് ഈ വീട്ടിലുള്ള ആളോട് ചോദിക്കാം, ഇത് എപ്പോഴാണ് കയറിയത് വെള്ളം? ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് ശേഷം. ഇന്നലെ ഒറ്റടിക്ക് കൂടിയതാ. ഇപ്പോൾ വെള്ളം കൂടുന്നത് കുറവായി നിലച്ച് നിൽക്കുന്നു. വെള്ളം കൂടുകയാണോ കുറയാണോ? ഇപ്പോൾ കൂടുന്നില്ല, കുറയുന്നില്ല. അതിൽ ലെവലിൽ ഈ ഭാഗത്ത് എത്ര വീടുകൾ പോയിട്ടുണ്ട്? വെള്ളം കയറി ഇവിടെ ഏകദേശം ഒരു 100 വീടുകളുണ്ടാവും. 100-ന് മുകളുണ്ടോ? ഇപ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റില്ല. റോഡ് ഇല്ലാത്ത വീടുകൾ ഒരുപാടുണ്ട്. ഉള്ളോട്ട് ഒരുപാട്. ഇത് പറപ്പൂർ പഞ്ചായത്ത് 6-ാം വാർഡ്. ഇത് അങ്ങപ്പുറം 5-ാം വാർഡ്. 5-ാം വാർഡിലും വെള്ളം കയറിയിട്ടുണ്ട്. അത് കിഴക്കേക്കോണ്ട് പാലാണി ഭാഗം. ഇത് ഇരിങ്ങല്ലൂർ തോണിക്കാട് ഭാഗം. ഏകദേശം 100 ആൾ താമസമുള്ള 100-ന്റെ മേലെ വീടുകളുണ്ട്. അപ്പോൾ അവിടെ അപ്പുറമുള്ള വീടുകൾ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ റോഡ് സൈഡിലുള്ള വീടുകൾ ആളുകൾക്ക് നമുക്ക് വീട് കാണാൻ പറ്റും. ഇന്നിപ്പോ രാവിലെ ഒരു കാലിന്റെ മുൻഭാഗം വെള്ളം കയറിയിട്ടുണ്ട് ഇന്ന്. അപ്പൊ ഇന്ന് രാത്രി വെള്ളം എത്ര മണിക്ക് ഇങ്ങനെ ഇത് രാത്രിയാണ് കയറിയിട്ടുണ്ട്. രാത്രി 9 മണിക്ക് മുമ്പേ ഇങ്ങനെ കയറിയിട്ടുണ്ട്. രാവിലത്തെ ശേഷം പിന്നെ കൂടിയില്ല, നിലച്ച് നിൽക്കാം. വെള്ളം കൂടുന്നില്ല, കുറയുന്നില്ല. രാത്രി തന്നെ ആളുകളൊക്കെ മാറ്റി. അങ്ങനെ ഇന്നലെ തന്നെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എല്ലാ വീട്ടിലും. ഇവിടെയും തന്നെ വലിയ വിഷയമാണ്. കാരണം കണ്ടമാനം വീടുകൾ വെള്ളം കയറി. ഇവിടെ തൊട്ടപ്പുറത്ത് 5-ാം വാർഡാണ്, ഇരിങ്ങല്ലൂരിൻ്റെ ഭാഗമാണ് അതിൻ്റെ ബാക്ക് ഭാഗം കാണുന്നത്. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിങ്ങല്ലൂർ 6-ാം വാർഡിലെ സ്ഥിതി.
നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം. 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്.